കോഴിക്കോട് മുക്കം നഗരസഭയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ സ്ത്രീയുടെ ആക്രമണം. റവന്യൂ ഇൻസ്പെക്ടർ ധന്യ ജയറാമിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഓഫീസിലെത്തിയ സ്ത്രീയാണ് ഉദ്യോഗസ്ഥയെ കടിച്ചു പരിക്കേൽപ്പിച്ചത്. പിടിച്ചുമാറ്റാൻ ശ്രമിച്ച 2 വനിതാ സ്റ്റാഫുകൾക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, ഇതിലിപ്പോൾ ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം കടിച്ചയാൾക്കാണോ, കടിച്ച് പരിക്കേറ്റയാൾക്കാണോ, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇത്തരമൊരു പ്രകോപനത്തിലേക്ക് നയിച്ചതെന്നും? പ്രജിത്, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. കോഴിക്കോട് മുക്കം നഗരസഭയിൽ ഒരു സ്ത്രീ എത്തുന്നു. ഈ സ്ത്രീ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഈ വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന റവന്യൂ ഇൻസ്പെക്ടർ ധന്യയുമായി സംസാരിക്കുന്നു. ഈ വന്ന സ്ത്രീക്ക് ഈ വിധവാ പെൻഷൻ ലഭിക്കേണ്ട ആളാണ്, പക്ഷേ വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം ഈ ധന്യയുമായി സംസാരിക്കുന്നു. അതിനുശേഷം ഈ വിധവാ പെൻഷന്റെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അകാരണമായി ഈ സ്ത്രീ ധന്യ എന്ന് പറയുന്ന ആ ഇൻസ്പെക്ടറെ കടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. ഈ പരിക്കേൽപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റ് ജീവനക്കാർ കൂടി ഉണ്ടായിരുന്നു. ഇവർ ഓടിയെത്തിയാണ് ഈ സ്ത്രീയെ അവിടെ നിന്ന് മാറ്റിയത്. പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ ഈ ഓഫീസിൽ നിന്ന് പിടിച്ചു മാറ്റുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ കടിച്ചതിൽ ഈ ധന്യ എന്ന് പറയുന്ന ഈ ജീവനക്കാരിയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ തൊട്ടടുത്ത ആശുപത്രിയിൽ പോയി ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ വിവരങ്ങൾ പുറത്ത് വിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ റവന്യൂ ഉദ്യോഗസ്ഥയായിട്ടുള്ള ധന്യയും ഇവരുമായി ഈ വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ അക്രമത്തിലേക്ക് പോകുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ ആക്രമിച്ച സ്ത്രീ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ചെറിയ ചില മാനസിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രജിത്ത്, എന്തായാലും കൊള്ളാം. ഒരു സർക്കാർ ഓഫീസാണ്. അവിടെ പെൻഷൻ വാങ്ങാനെത്തുന്നവർ കടിച്ചും മാന്തിയും നുള്ളിയും ഒക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു വാർത്ത കാണുമ്പോൾ.